LDF സ്ഥാനാർത്ഥി കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. LDF സ്ഥാനാർത്ഥി സാർ നമസ്കാരം. സാർ വളരെ സർപ്രൈസ് ചെയ്യാം. ഞാൻ ആദ്യം ഞാനൊരു BJP പ്രവർത്തകനെ കണ്ടു. അപ്പോൾ രാവിലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പോൾ BJP പ്രവർത്തനം സ്വാഭാവികമായിട്ടും BJPക്ക് സാധ്യത ഉണ്ടെന്ന് പറയുമല്ലോ. പക്ഷേ അപ്രതീക്ഷിതമായി എന്നെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ ഇടതുമുന്നണി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഒരു പൊളിറ്റിക്കൽ സർപ്രൈസാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ചൂട്? പുതിയ പാലക്കാട് സ്വാഭാവികമായിട്ട് ചൂടുള്ള സ്ഥലമാണ്. പണ്ട് ചൂട് അനുഭവിച്ചിട്ടുണ്ട് ഒരു കാലത്ത്, പക്ഷെ അതിനേക്കാൾ വലിയ ചൂട് എത്തവണ സ്വാഭാവികം. തെരഞ്ഞെടുപ്പ് കൂടി ഇല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കൊപ്പമാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മത്സരിക്കാൻ പോകുന്നത്. ആരോടാണ്? VK ശ്രീകണ്ഠനോടാണ്, സിറ്റിംഗ് MP C കൃഷ്ണകുമാറും ഈ മണ്ഡലത്തിൽ സജീവമാണ്. നമ്മളുള്ളത് ഞാനും ജാക്കിയും, ഒപ്പം എനിക്കൊപ്പം പാലക്കാടിന്റെ പടക്കുതിരെ വിജയരാഘവനും. പ്രേക്ഷകർക്കൊപ്പം തത്സമയം ചേരുന്നത് കോട്ടയിൽ നിന്നാണ്. നമുക്ക് ഒന്ന് പതുക്കെ നടന്നുകൊണ്ട് വർത്തമാനം പറയാം. ഒരു പ്രധാനപ്പെട്ട ഞാൻ പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് വന്നാലേ, നമ്മൾ ഇപ്പോൾ പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോവാണ്. പാലക്കാട് 2ാം സ്ഥാനത്തായിരുന്നു BJP. അപ്പോൾ മറ്റൊന്ന് KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാംഗമായ ആളാണ്. രാജ്യസഭയിൽ ഇനി BJPക്ക് ഭൂരിപക്ഷം 4 സീറ്റിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ 2 വർഷം കൂടി രാജ്യസഭയിൽ സീറ്റ് KC വേണുഗോപാലിനുണ്ട്. ആ സീറ്റ് ഉപേക്ഷിച്ചാണ് ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വരുന്നത്. ഇവിടെ നിന്നും BJPക്ക് സാധ്യതയുള്ള ഒരു നിയമസഭാ മണ്ഡലം എന്ന നിലയിൽ ഷാഫി പറമ്പിൽ ആ മണ്ഡലം ഉപേക്ഷിച്ച് വടകരയിലേക്ക് പോകുന്നു. അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയമായ ചലനം എന്തായിരിക്കും? അല്ല, രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ കോൺഗ്രസ് എന്നപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ നിന്ന് കൂടിയാണ് ഇങ്ങനെയുള്ള സ്ഥലം മാറ്റങ്ങൾ നടപ്പിലാവുന്നത്. ഇതിപ്പോൾ KC വേണുഗോപാൽ വരുമ്പോൾ ഉപേക്ഷിച്ച് വരുന്നൊന്നുമില്ല. തോറ്റ അവിടെ തന്നെ ഇരിക്കാം രാജ്യസഭയിൽ. ഉപേക്ഷ ഇതിലൊന്നുമില്ല. ലാഭക്കച്ചവടം മാത്രമേ ഉള്ളൂ. അവിടുന്ന് കിട്ടിയാൽ അത് കിട്ടി, ഇവിടുന്ന് കിട്ടിയാൽ ഇത് കിട്ടി എന്നല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ ഭാഗ്യാന്വേഷികൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യാന്വേഷികളുടെ ഒരു പാർട്ടിയിൽ ഈ സ്ഥലം മാറ്റത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. നാട്ടുകാരെന്ന് പറ്റിക്കാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇവരൊക്കെ വ്യക്തിപരമായി സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുഭവം. നമുക്കങ്ങനെ പറയാൻ വിഷമമുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസ് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവരുടേതായ രീതിയിൽ കാണുന്നതാണ് ഈ വിഷയങ്ങളെ. അപ്പോൾ അത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് ചേരുവകളെ ഉപയോഗപ്പെടുത്താനാവുമോ എന്നുള്ള നിലയിലുള്ള അന്യോന്യ മാറ്റം ആണിത്. മറ്റൊന്ന്, ഈ നമ്മുടെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ വന്നു, പിന്നെ വടകരയിൽ വന്നു. അപ്പോൾ പിന്നെ പത്മജയുടെ സ്ഥലം മാറ്റം ഉണ്ടായി രാഷ്ട്രീയമായിട്ട് തന്നെ. രണ്ടും സംഭവിച്ചപ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ കൂടെ ചില ഒറ്റമൂലി പരിഹാരങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഈ ഒരേ പാനൽ അതുപോലെ മുൻ MP-മാർക്കൊക്കെ അതേ സീറ്റ് എന്ന് മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതമായിട്ടുണ്ട്. അത് വടകരയിൽ നിന്ന് മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നത് കോൺഗ്രസ്സുകാർ പറയുന്നതും മുരളീധരൻ പറയുന്നതും ഒരു കാരണവശാലും തൃശ്ശൂരിൽ BJPക്ക് ഒരു സാധ്യത കൊടുക്കരുത്. അതുകൊണ്ട് TN പ്രതാപിനേക്കാൾ കൂടുതൽ കരുത്തനായ K മുരളീധരനെ രംഗത്തിറക്കാൻ പോകുന്നു. പത്മജിയെ നേരിട്ട് കാര്യം CPM പറയുന്നൊരു പ്രചരണം എന്ന് പറയുന്നത് ആങ്ങള ഇനി പെങ്ങൾ പോയാൽ സെറ്റായി കഴിഞ്ഞാൽ BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ പ്രചരണത്തെ തടുക്കാനും BJPക്കെതിരെയുള്ളൊരു പോരാട്ടമായിട്ടുമാണ് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുന്നത്. അല്ല, K മുരളീധരനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപയോഗിക്കലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ രാജഗോപാലിൻ്റെ അവിടെ പോയിരുന്നല്ലോ. രാജഗോപാലിനെ തടുക്കാൻ മുരളീധരനാണ് നല്ലതെന്നാണല്ലോ അന്ന് പ്രചരിപ്പിച്ചതും അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷെ അവിടെ ശിവൻകുട്ടിയിലേ ജയിച്ചത്. രാജഗോപാലിനെ തോൽപ്പിക്കാൻ മുരളീധരൻ വരണമെന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിയമം ആവർത്തിക്കും. ഇടതുപക്ഷ മുന്നണി കംഫർട്ടബിൾ ആയിട്ട് നല്ല നിലയിൽ തന്നെ സുനിൽ ജയിക്കുകയും ചെയ്യും. ഈ മറ്റൊന്ന്, ഇനിയും രഘുനാഥ് മത്സരിക്കുന്നു അവിടെ കണ്ണൂരിൽ KPCC പ്രസിഡന്റ് സുധാകരനെതിരെ. അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ജനറൽ സെക്രട്ടറിയാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും BJPയിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇടുക്കി MLA ആയിരുന്ന രാജേന്ദ്രനെ BJP ചാക്കിട്ട് പിടിക്കാൻ പോകും. അല്ല, അത് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ കോൺഗ്രസ് എന്ന് പോകുന്നത് അതിൻ്റെ നേതൃത്വ നിരയിലെ പ്രധാനികളാണ്. മുൻ മുഖ്യമന്ത്രിമാർ, നിലവിൽ തന്നെയുള്ള മന്ത്രിമാർ. അങ്ങനെയാണ് നിലവിൽ മന്ത്രിയായിട്ട് പിന്നെ ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന ആളും സംഘവുമാണ് പോകുന്നത്. വീരഭദ്ര സിംഗിന്റെ മകൻ പോകുന്നു, ഭാര്യ പോകുന്നു. വീരഭദ്ര സിംഗ് എന്നൊക്കെ പറഞ്ഞാല് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഞാൻ ഹിമാചൽ പ്രദേശിൽ പാർട്ടി ചാർജ് ഉണ്ടായിരുന്ന ആളാ. അപ്പോ ഈ പിന്നെ ഹിമാചലിൽ വീരഭദ്ര സിംഗ് ആരാണെന്നുള്ളത് അവിടെ പോയ ഒരാൾക്കേ അറിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അവരൊന്നും ഈ രാജകുടുംബാംഗങ്ങൾ മത്സരിച്ചാലേ ഒരു വീട്ടിൽ നിന്ന് ഒരു വോട്ട് ഉറപ്പാ. അങ്ങനെയാണ് ഹിമാചൽ പ്രദേശ്. ബാക്കിയുള്ളവരെ മറിച്ച് വോട്ട് ചെയ്യുള്ളൂ. രാജാവ് മത്സരിച്ചു. അപ്പൊ
എന്റെ വീട്ടില് രാജാവ് സ്ഥാനാർത്ഥിയാണെങ്കിൽ മൂത്ത ആള് രാജാവിന് വോട്ട് ചെയ്യും, ബാക്കി പിന്നെ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യും. അതാണ് ഹിമാചൽ പ്രദേശിന്റെ പൊതു സ്വഭാവം. അങ്ങനത്തെ രാജ്യത്തുള്ള ഈ രാജാക്കന്മാരാണ് നേരെ കയറി അപ്പുറത്തേക്ക് വന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്ര പ്രാമാണികരായ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ BJP-യിൽ എത്തി എന്നുള്ളതാണ്. ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്ന ഒന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും പ്രതിപക്ഷം ഉണ്ടാവരുതെന്ന്. പാർലമെന്റിനകത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാവാനേ പാടില്ല. എതിർ ശബ്ദങ്ങളില്ലാതെ തന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള BJP ഗൂഢാലോചനയിൽ നിന്നാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പൊതുവായ ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് പാലക്കാട് മണ്ഡലത്തിലേക്ക് വരാം. ഇപ്പോൾ ദേശീയ തലത്തിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. അപ്പോൾ ദേശീയ പ്രാധാന്യമുള്ള രണ്ടു നേതാക്കൾ, അതും ഇന്ത്യ മുന്നണിയുടെ നെടുനായകത്വം വഹിക്കുന്ന പാർട്ടിയിലെ രണ്ടു നേതാക്കളാണ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്. അത് കൊടുക്കുന്നൊരു സന്ദേശം എന്തായിരിക്കും? അത് ഈ ഇന്ത്യ രാജ്യത്ത് എവിടെയും ഇവർക്ക് പോയി കോൺഫിഡൻസിൽ, ഒരു ആത്മവിശ്വാസത്തോടു കൂടി കോൺഫിഡൻ്റ് ആയി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ വർഗീയ ചേരുവകളുടെ കരുത്തിൽ മത്സരിച്ച് ജയിക്കാനാവുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയാണ്. നിയോജകമണ്ഡലം തെരഞ്ഞെടുക്കുമ്പോൾ ആ നിയോജകമണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ മതപരമായതും ജാതീയവുമായ ചേരുവകളുടെ അടിസ്ഥാനത്തിലാണ് ആ മത്സരം സംഘടിപ്പിച്ചത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോഴും ആദ്യം നോക്കിയത് അവിടുത്തെ മതജാതീയ ചേരുവകളെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗിന് നല്ല പിൻബലമുള്ള ഒരു നിയോജകമണ്ഡലത്തെ ഉറപ്പിച്ച് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചത്. ഇപ്പോഴും രാഹുൽ ഗാന്ധി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു കോൺഫിഡൻ്റായി ഒരു നിയോജകമണ്ഡലത്തെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ ചേരുവകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന് പുറത്ത് ഒരു നിയോജകമണ്ഡലത്തെ തെരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് തന്നെ വരുന്നത്. പിന്നെ പക്ഷേ കഴിഞ്ഞ തവണ വന്ന രാഹുൽ ഗാന്ധി അല്ല ഇപ്പൊ വരുന്നത്. കഴിഞ്ഞ തവണ ചില മാധ്യമ സുഹൃത്തുക്കൾ, ഞാൻ നിങ്ങളെ കുറിച്ച് പറയുന്നില്ല, നമ്മുടെ മാന്യരായ മാധ്യമ സുഹൃത്തുക്കൾ നല്ല നിഷ്കളങ്കരായതുകൊണ്ട് അവർ ഇതാ പ്രധാനമന്ത്രി എന്നാണ് പ്രചരിപ്പിച്ചത്. പ്രതിച്ഛായ സൃഷ്ടിച്ചു. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരെ മാധ്യമങ്ങൾ പറ്റിച്ച ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാൻ പോലും പറ്റിയില്ല. പ്രതിപക്ഷ നേതാവാൻ ആവശ്യമുള്ള പാർലമെന്റിലെ 55 സ്ഥാനങ്ങൾ വേണം എങ്കില് ഒഫീഷ്യൽ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് ആവാൻ പോലും സാധിക്കാതെ പോയ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് അതെ നാട്ടുകാരെ പറ്റിച്ചാണ് കഴിഞ്ഞ തവണത്തെ അനുഭവം. അപ്പൊ അതിൽ നിന്നും ഇപ്പോ അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ള ഒരു പുതിയ സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേറൊരു സ്ഥലമില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജയരാഘവൻ സഖാവ് പറയുന്നത്. ഭാഗ്യാന്വേഷികളുടെ വരവാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കോൺഗ്രസിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈ മണ്ഡല സ്ഥലം മാറ്റത്തെ സഖാവ് വിശേഷിപ്പിക്കുന്നത് ഭാഗ്യാന്വേഷികളുടെ യാത്ര എന്ന രീതിയിലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വർഗീയ ചേരുവകളുടെ സാധ്യത അന്വേഷിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും. എല്ലാ കാലത്തും വർഗീയ ചേരുവകളുടെ സാധ്യതകളുടെ അന്വേഷണമാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ സ്വീകാര്യത ചരിത്രത്തിൽ ഏറ്റവും താഴെ നിൽക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചേരുവകളുടെ പിൻബലമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പൊ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പിൻബലമില്ലാതെ കേരളത്തിൽ നിന്ന് ഒരു നിയോജകമണ്ഡലം ജയിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. പക്ഷെ ഒരു കാര്യം അപ്പോഴും ജയരാഘവൻ സഖാവേ, നമ്മൾ നോക്കൂ, വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരു സ്ഥാനാർത്ഥി തങ്ങളുടെ പട്ടികയിൽ വേണമെന്ന നിർബന്ധം കോൺഗ്രസിനുണ്ടായിരുന്നത് ആ ലീഗോ അല്ലെങ്കിൽ ലീഗിലെ അണികളെയോ തൃപ്തിപ്പെടുത്താനാണ് എന്നാണ് പൊതുവെയുള്ളൊരു നിരീക്ഷണം. അപ്പോൾ വടകരയിൽ ഷാഫി പറമ്പിൽ എത്തുന്നതോടെ ഇക്വേഷൻസ് പൂർണ്ണമാവുന്നു. അവരുടെ പട്ടികയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ട്. അപ്പോൾ ലീഗിന്റെ ഒരു വലിയ ആശങ്ക അവിടെ ഒഴിയുകയാണ്. അല്ല, ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം ഇന്ത്യയുടെ പാർലമെന്റിൽ എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള ആ നിലയിൽ ഞാൻ പ്രാതിനിധ്യത്തെ കാണാത്ത ഒരാളാണ്. മതപരമായിട്ടാണ് ഈ പ്രാതിനിധ്യമൊക്കെ കൊടുക്കേണ്ടത് എന്ന് പറയുന്നതിനോട് അങ്ങനെയല്ല, അത് നമ്മൾ രാഷ്ട്രീയമാണ്. എന്നാൽ താർക്കികമായിട്ടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏക ഇടതുപക്ഷ MP ആരിഫാണ്. അത് താർക്കികമാണ്, അങ്ങനെയായിട്ട് തെരഞ്ഞെടുത്തതല്ല. സ്ഥാനാർത്ഥിയെ ഒന്നും ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിലെ രാജ്യസഭാംഗങ്ങളിൽ നോക്കൂ, റഹീം, ജോൺ ബിട്ടാസ്, മൂന്നുപേരും മൈനോറിറ്റിയിൽ. അതാണ്, 3 ഇടതുപക്ഷ അംഗങ്ങളും ന്യൂനപക്ഷത്തു നിന്നാണ്. അത് അങ്ങനെ ഞങ്ങൾ ന്യൂനപക്ഷം നോക്കി തിരഞ്ഞെടുത്തതല്ല. അപ്പോൾ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ നോക്കിയല്ല തിരഞ്ഞെടുക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾ കഴിവ് നോക്കിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും സാമൂഹ്യമായ കാര്യങ്ങളുണ്ടാവണം. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ അങ്ങോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ കേവലം ഇത് മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവരുടേതായ പ്രയാസങ്ങളുണ്ട് കോൺഗ്രസിന്. ഇന്നത്തെ
ഒരു സാഹചര്യത്തിൽ ശൈല ടീച്ചറെ നേരിടാൻ അവർക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ തപ്പിപ്പിടിക്കാനുള്ള പ്രയാസമുണ്ട്. അപ്പോൾ അവർ ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ കിടക്കട്ടെ, ഒരു മുസ്ലിം ഇരിക്കട്ടെ എന്ന് പറയാനും കഴിയും. പിന്നെ താൽക്കാലികമായിട്ട് കോൺഗ്രസിന് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയ ചോദ്യം അതായിരുന്നു. അപ്പം അങ്ങനെ ഷാഫി പാലക്കാടിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ, ഞാൻ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ പാലക്കാട് കൂടുതൽ സാധ്യത പിന്നെ കാണുന്നത് ബി ജെ പിക്കാണ് എന്ന് ബി ജെ പി ക്യാമ്പുകളിൽ ഇപ്പോൾ തന്നെ സന്തോഷമായി കഴിഞ്ഞു. മറുഭാഗത്ത് രാജ്യസഭയിൽ വേണുഗോപാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ കിട്ടുന്ന വേക്കൻറ്റ് സീറ്റിൽ ഇനി കോൺഗ്രസിന് സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ കഴിയില്ല. രാജസ്ഥാനിൽ 2 വർഷം വേക്കൻസി ഉള്ള ഒരു സീറ്റ് ബി ജെ പിക്ക് കൊടുത്തിട്ടാണ് കെ സി വേണുഗോപാൽ വരുന്നത് എന്നൊരു നിരീക്ഷണം സി പി എമ്മിനുണ്ടോ പാലക്കാട്ട്? ഇതൊരു രാഷ്ട്രീയമായ സമരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഓരോ മുന്നണിയും അവരുടെ വിജയസാധ്യതകളെയാണ് പരിഗണിക്കുക. ആ വിജയസാധ്യതകൾക്ക് പറ്റിയ സ്ഥാനാർത്ഥികളെയാണ് അന്വേഷിക്കുക. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഒരു പാനൽ കേരളത്തിൽ രൂപപ്പെടുത്തുക. ആ പാനലിന് കോൺഗ്രസ് ഉയർത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസൃതമായ ഒരു രൂപം നൽകുക. ആ നിലയിലൊരു മുൻഗണനാ ക്രമങ്ങളാണത്. ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് ഒരാൾ മാറിയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ബി ജെ പി ആണോ എന്നുള്ള നിലയിലല്ല അത് വരുന്നത്. പ്രധാനമായിട്ടും പൊളിറ്റിക്കലാണ്. കോൺഗ്രസിന് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ഇവരൊക്കെ ഉണ്ടെങ്കിലേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഭിമുഖിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിൽക്കാൻ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം തോൽക്കും. അതാണ് അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ രാഹുൽജി നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം തോൽക്കും. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും ആലോചിക്കുക അദ്ദേഹത്തിന് സുരക്ഷിതാണ്, ഇവർക്ക് കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ എന്ന സമീപനം സ്വീകരിക്കും. അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ ഉള്ളറകളെ കുറിച്ച് വിശദമായി വരുന്ന ഒരാളല്ല. അവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതൊക്കെ അവർ പരിഗണിച്ച് കാണും എന്ന് നമ്മൾ കരുതണം. ഓക്കെ, അപ്പം നല്ല കടുപ്പത്തിലുള്ള ചായയാണ്. ചായ നല്ല ചായ അല്ലേ രാവിലെ? അല്ലേ, നല്ല ഉഷാറ് ചായ. ധാരാളം ആളുകൾ ചായ കുടിക്കാൻ വരും. ധാരാളം ആളുകൾ രാവിലെ നടക്കാൻ വരുന്ന ഒരു ചായ കുടിക്കുന്ന ഒരു മിൽബ ബൂത്താണ് നമ്മൾ കോട്ടമൈതാനത്തുള്ളത്. അപ്പോൾ പാലക്കാട്ടേക്ക് വന്നാൽ ചായ പോലെ തന്നെ ചൂടും. പാലക്കാട് ആളുകൾക്ക് പുത്തരിയല്ല. ഇപ്പോൾ വേലകളുടെ സമയമാണ്. പാലക്കാട് ഇപ്പം ഞാൻ സി കെയോട് സംസാരിച്ചിരുന്നു, സി കൃഷ്ണകുമാറോട്. അപ്പോൾ സി കൃഷ്ണകുമാറും ഒക്കെ പറയുന്നൊരു കാര്യം, ഇവിടെ ബി ജെ പി വിജയിപ്പിക്കുകയാണെങ്കിൽ കോച്ച് ഫാക്ടറി പോലെ മറ്റൊരു വലിയ പ്രോജക്റ്റ് കൊണ്ടുവരും, എയിംസ് പോലെയുള്ള മറ്റൊരു ആതുര സേവന സംവിധാനം കൊണ്ടുവരും എന്നുള്ളതാണ്. സിറ്റിംഗ് എം പി പറയുന്നത് താൻ മണ്ഡലത്തിന് വേണ്ടി ചെലവഴിച്ചതുപോലെ മറ്റൊരു എം പിയും ചെലവഴിച്ചിട്ടില്ല എന്ന്. എം പി എന്ന് പറയുന്ന ആളുടെ ജോലി എന്താ? അതാണ് ഒന്നാമത്തെ കാര്യം. എം പി എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലാണ്. നമ്പർ 1 എല്ലാ നിലയിലും. നിങ്ങൾ പറഞ്ഞു ഡൽഹി ചെല്ലുക, പോരട്ടെ ഒരു കോച്ച് ഫാക്ടറി. അവിടെ കോച്ച് ഫാക്ടറി പുറപ്പെടില്ല. കോച്ച് ഫാക്ടറി പാലക്കാട്ടേക്ക് പുറപ്പെടാൻ തുടങ്ങിയിട്ട് കാലത്രേ. നമ്മളെ സംസ്ഥാന ഗവൺമെന്റ് സ്ഥലമെടുത്ത് കൊടുത്തിട്ട് കാലത്രേ. തറക്കല്ല് നിക്ഷേപിക്കാൻ പോയിട്ട് കാലത്രേ. എന്താ ഈ കോച്ച് ഫാക്ടറി വരാത്? ഇതൊക്കെ അടിസ്ഥാന സൗകര്യ നിക്ഷേപമാണ്. ഈ നിക്ഷേപത്തിന് ഇന്നത്തെ റെയിൽവേ വെച്ചുകൊണ്ട്, ഇന്ത്യൻ റെയിൽവേയുടെ ഇന്നത്തെ പൊസിഷൻ വെച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേ ഇത്ര വലിയൊരു ധനനിക്ഷേപം എവിടെയെങ്കിലും നടത്തുന്നുണ്ടോ? ഇല്ല. വന്ദേ ഭാരതിന്റെ കോച്ച് പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അറ്റാച്ച് ചെയ്യണം. ഇവിടെ കേന്ദ്ര ധനനിക്ഷേപം വഴി പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ധനനിക്ഷേപം നടത്തുന്നില്ല. റെയിൽവേ പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കുകയാണ്. നേരത്തെ റെയിൽവേയിൽ ഇപ്പോൾ വന്ന വന്ദേ ഭാരത് കോച്ച് നമുക്ക് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ഇതിനേക്കാൾ മനോഹരമായി ഉണ്ടാക്കാവുന്ന, ഇതിനേക്കാൾ മനോഹരമായി. ഞാൻ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തപ്പോൾ ആദ്യം തന്നെ നോക്കിയതാണ് സീറ്റ് എത്ര ദിവസം നിൽക്കും. ഞാൻ നോക്കി, നമ്മുടെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ സീറ്റ് ആണെച്ചാൽ എത്ര കാലവും നിൽക്കും, അതെനിക്ക് ഉറപ്പാണ്. സ്ക്രൂ ഏതാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് മുറുക്കിയതാണെങ്കിൽ അതിന്റെ പിരി അയയില്ല എന്ന് വ്യക്തതയുള്ള ആളാണ് ഞാൻ. അതിന്റെ ഇലക്ട്രിക്കൽ സംവിധാനം എന്താണ്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ഇന്ത്യയിലെ ഏറ്റവും കഴിവുള്ള ഇലക്ട്രിക്കൽ സ്റ്റാഫുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ നിന്നല്ല ഇത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ സ്വകാര്യവൽക്കരിച്ച കോച്ച് അതുപോലെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യുന്ന ജോലി മാത്രമേ ഇന്ത്യൻ റെയിൽവേക്കുള്ളൂ. അത്ര സ്വകാര്യവൽക്കരണം വേഗതയിൽ നടക്കുമ്പോൾ ഒരു പൊതുമേഖലാ നിക്ഷേപം കൊണ്ടുവരണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിയില്ല. സംസ്ഥാനം, ജനങ്ങള്, രാഷ്ട്രീയം, സമ്മർദ്ദം എല്ലാം ചേർന്ന് നടത്തേണ്ട ഒന്നാണ്. ഈ പാലക്കാട്ട് വോട്ടർമാരോടുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രോമിസ് എന്താണ്? 2 എണ്ണം പറഞ്ഞു. 2-1 പാലക്കാടിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന്റെ സാധ്യതകളുടെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ മുൻഗണനാക്രമങ്ങൾ നിശ്ചയിച്ച് അത് പ്രാവർത്തികമാക്കാൻ കേരള ഗവൺമെന്റുകളുടെ കൂട്ടായ്മയിൽ കേന്ദ്രത്തിന്റെ കൂടുതൽ നിക്ഷേപം ഈ സംസ്ഥാനത്തിന് വരണം. സംസ്ഥാന ഗവൺമെന്റ് കൂടി അതിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ആ വികസനം പൂർത്തിയാക്കാനാവുക. കാരണം സ്ഥലം എടുത്തു കൊടുക്കേണ്ട ആരാ? സംസ്ഥാന ഗവൺമെന്റാണ്. മൂലധനം നിക്ഷേപിക്കേണ്ട ആരാണ്? കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പോൾ ഇതിനെല്ലാം സഹായകരമായ രൂപത്തിലുള്ള മുൻകൈയാണ് ഒരു പാർലമെന്റ് അംഗം സ്വീകരിക്കേണ്ടത്. നമുക്കിത് വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നമ്മുടെ നിയോജകമണ്ഡലത്തിന്റെ താല്പര്യങ്ങളിലേക്ക് വരണം. ഈ നിയോജകമണ്ഡലത്തിന്റെ സൗകര്യം കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച വ്യാവസായിക മേഖലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ നിക്ഷേപമുള്ള സ്ഥലമാണ്. അടിസ്ഥാന സൗകര്യ സാധ്യതകൾ നന്നായിട്ടുണ്ട് ഇവിടെ. അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയൊരു മുൻകൈ
പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി. പക്ഷേ അപ്പോഴും പ്രതിരോധത്തിലാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ഘടകം സാമ്പത്തിക പ്രതിസന്ധിയാണ്, പെൻഷൻ കുടിശ്ശികയാണ്, സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാത്ത സാഹചര്യമാണ്. ഭാരത് റൈസിന്റെ വിതരണം പാലക്കാട് നടത്തി കഴിഞ്ഞു. അല്ല, ഇതിൽ നമ്മൾ കണ്ടെന്തറിയോ, എന്താ ഈ സപ്ലൈകോ? സപ്ലൈകോ എന്ന് പറഞ്ഞാൽ 8 കൊല്ലം മുമ്പുള്ള വിലയ്ക്ക് സാധനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 8 കൊല്ലം മുമ്പുള്ള വിലയ്ക്കാണ് അത് കൊടുക്കുന്നത്. നമ്മളുടെ ഇലക്ടോറൽ പ്രോമിസിന് എന്താ ഇടതുപക്ഷത്തിൻ്റെത്? 5 കൊല്ലം മുമ്പുള്ള വിലയ്ക്ക് അപ്പം ഏതാണോ വില അങ്ങനെ കൊടുക്കുക. കഴിഞ്ഞ ഗവൺമെന്റ് വരുമ്പോൾ ഏതാണോ വില ആ വിലയ്ക്ക് ആ ഗവൺമെന്റ് അവസാനിക്കുന്നത് വരെ കൂടില്ല. ഈ ഗവൺമെന്റ് വരുമ്പോൾ ഏതാണോ വില അപ്പോൾ ആ വില അടുത്ത 5 കൊല്ലം ഇവിടെ തുടരും. നമ്മൾ സത്യത്തിൽ 8 കൊല്ലം ഇത് പണ്ടുള്ള വിലയിൽ തന്നെയാണ് ഇത് കൊടുത്തു പോകുന്നത്. അങ്ങനെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. ഏതാണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതിന്റെ 50% താഴെ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാൻ ഒരു ഗവൺമെന്റിനും, ചിലത് 70% വരെ ഉണ്ട് ചുവന്ന മുളകിനൊക്കെ. അതെ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം അവര് നേരിടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ റാഷണലൈസ് ചെയ്യണം. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ പ്രശ്നത്തെ പരിഹരിക്കുക. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. പെൻഷന്റെ കാര്യത്തിൽ നമ്മളെന്താ, കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനമാണ് ഈ ക്ഷേമ പെൻഷൻ. 1600 രൂപ. ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടില്ല, ചെറിയ മൈനർ. അത്രേ ഉള്ളൂ. നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത്, പിണറായി വിജയൻ ചെയ്തത് എന്താ? വിഭവങ്ങളെ പരമാവധി പുറത്തുനിന്ന് സമാഹരിച്ച് പാവങ്ങൾക്ക് കൊടുക്കണത്, പലിശ ഗവൺമെന്റ് കൊടുക്കണത്, കടമെടുത്ത് അതിന്റെ പലിശ സർക്കാർ കൊടുത്ത് ഇത്ര മനുഷ്യരെ സഹായിക്കാൻ. ഈ ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും ഗവൺമെന്റ് ഇത്ര നല്ല രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തും? അത് വോട്ടർമാരോട് വിശദീകരിക്കാൻ സാധിക്കും. ഒരു പ്രയാസവും ഏത് വോട്ടർക്കും മനസ്സിലാവില്ലേ, നമ്മളെ കയ്യിൽ പൈസ ഇല്ല, അത് ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട്, ആ പൈസ ഞങ്ങൾ കടം വാങ്ങി തരികയാണ്, ഞങ്ങൾക്ക് ആ കടം കിട്ടുന്നത് ഞങ്ങളുടെ സത്യസന്ധതയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റിന് പണം കിട്ടുന്നത്? എന്തുകൊണ്ടാണ് കിഫ്ബിയിൽ പണം കിട്ടുന്നത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫിസ്ക്കൽ മാനേജ്മെന്റ് ആണത്. കിഫ്ബിയിൽ കടമെടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കുക ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വരുമാനത്തെയാണ്. അതായത് പെട്രോളിൽ നിന്ന് കിട്ടുന്ന നികുതി പൂർണ്ണമായി കിഫ്ബിയിലെ കടം വിട്ടാൻ, നമ്മൾ വാഹന നികുതി പൂർണ്ണമായി കിഫ്ബിയിലെ കടം വിട്ടാൻ, ആ പണമാകെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന്, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഏറ്റവും കൃത്യമായ ഈടുവെപ്പിന് സഹായകരമായ നിർദ്ദേശങ്ങളാണ്. ദി ബെസ്റ്റ് ഫിസ്ക്കൽ മാനേജ്മെന്റ്, അതാണ് കേരളം ചെയ്തത്. പിന്നെയോ, പാവങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല, ഞങ്ങൾ കടം വാങ്ങാം, കടത്തിന് കൂടെ അതിന്റെ പലിശ പൂർണ്ണമായി ഗവൺമെന്റ് കൊടുക്കാം. പാവങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രത്യേകത. അത് ഇക്കാര്യത്തിൽ നടക്കും. പെൻഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഈ ചൂടത്ത് കുറച്ച് ദിവസങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ പൊതുവെയിൽ ഉണ്ടാവും അല്ലേ? വെയിലൊന്നും അത്ര വലിയ പുത്തരിയൊന്നും അല്ലല്ലോ അല്ലേ? പാലക്കാട് ഇതിന് മുമ്പ് ഒരിക്കൽ വന്നിരുന്നല്ലോ, അന്നും ഇതേപോലെ വെയിലും ചൂടും ഒക്കെ ആയിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് പാലക്കാട് ഇനിയിപ്പോ അങ്ങോട്ട് സഖാവ് നിറഞ്ഞു നിൽക്കാൻ പോവുകയാണ്. കൺവെൻഷനുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഒരു കാര്യം കൂടി, കുഴപ്പത്തിലാകുന്നൊരു ചോദ്യം ചോദിക്കുന്നത്, സിദ്ധാർത്ഥന്റെ പൂക്കോടുള്ള വിഷയമുണ്ട്. അതിൽ ഈ SFI ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ വാർത്തയായിട്ട് വരുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കുറച്ചുകൂടി ജാഗ്രത ഈ വിദ്യാർത്ഥികൾ കാണിക്കേണ്ടതില്ല. അതൊരു വിദ്യാർത്ഥി സംഘടന എന്നുള്ളതിലേക്ക് SFI എടുത്ത തീരുമാനമല്ലല്ലോ. നമ്മൾ SFIയുടെ പക്ഷേ SFI നേതാക്കൾ അതിൽ ഉൾപ്പെട്ടു എന്നുള്ള അതിന്റെ കാര്യം എന്താ വെച്ചാല്, അത് SFI എന്നുള്ള നിലയിൽ ആവില്ല അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കുക. എനിക്കറിയാം, SFI എന്ന് പറഞ്ഞാൽ ഞാൻ SFIയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. അതാ ഞാൻ ചോദിച്ചതുകൊണ്ട് SFI എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഒരിക്കലും മനുഷ്യത്വഹീനമായിട്ടൊന്നും പെരുമാറാൻ കഴിയില്ല. ഇത് അവിടെ നടന്ന ഇൻസിഡന്റിന്റെ നിർഭാഗ്യകരമായ സംഭവമാണ്. അവിടെ നമ്മളതിനെ കാണേണ്ടത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്, ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. നാം ഇത് ഈ പുതിയ കാലത്തിന്റെ പുതിയ പ്രശ്നങ്ങളിൽ പെട്ടതും കൂടിയാണ് എന്നൊക്കെയുള്ള ഒരു നിലയിൽ വിദ്യാർത്ഥികൾ, ഈ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ഈ രാഷ്ട്രീയമായി ചിന്തിക്കേണ്ടവരായി മാറേണ്ടത്. ഇത് സംഘടനയുടെ പ്രവർത്തിക്കുന്നതിന്റെ അല്ല, അതിലെല്ലാവരും ഉണ്ടല്ലോ, എല്ലാ കുട്ടികളും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമ്മളതിനെ കാണുകയെന്ന് വെച്ചാൽ, ഒരു സംഭവത്തിന്റെ നിർഭാഗ്യകരമായ ഭാഗത്തെ നമുക്ക് എടുക്കാം. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, അതാണ് സംഭവം. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ ഏത് മാനസികാവസ്ഥയെന്ന് നമുക്കറിയില്ല. നമ്മൾ ആഗ്രഹിക്കുക എന്താ, അത്തരം സംഭവങ്ങൾ ഉണ്ടാവരുന്നതാണ്. ആ സംഭവത്തിന്റെ പിന്നിലെ നമ്മൾ കണ്ട മാനുഷികതയുടെ അംശത്തിൽ കാണുക. ഒരു വിഷയം, അതിന്റെ മാനുഷികമായ ഭാവം നമ്മളെ കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടായിക്കൂടാ എന്ന സമീപനം, അങ്ങനെയാണ് ആ വിഷയത്തെ കണ്ടത്. ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ്. നമ്മുടെ പുതുതലമുറയ്ക്ക് ഇത്തരം മാനസിക ഭാവങ്ങൾ ഉണ്ടായിക്കൂടാ. അത് ഗൗരവപൂർവ്വം സമൂഹമാകെ ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് 2 ആള് SFI അനുഭാവിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ഇരിക്കട്ടെ SFIക്ക് എന്നുള്ള നിലയിൽ നമ്മൾ സമീപിക്കുന്നത് രാഷ്ട്രീയ സമീപനമാണ്. വസ്തുതകളെ നമ്മൾ സത്യസന്ധമായി സമീപിക്കണം. അതിന്റെ ശരി തെറ്റുകളെ നമ്മൾ ആ നിലയിൽ കാണണം. തെറ്റുകളുണ്ടെങ്കിൽ ആവർത്തിക്കരുത് എന്ന് ഉറപ്പാക്കണം. അത് സമൂഹത്തിൽ ഇനി വരാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവണം. ആ സമീപനം. താങ്ക് യു ശ്രീ വിജയരാഘവൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, വിജയാശംസകൾ നേരുന്നു. പാലക്കാട് മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഓക്കെ, ഈ ചൂടിനെയും അതിജീവിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.